ഗേൾസ് ട്രിപ്പ് പ്ലാൻ ചെയ്തവരാണോ നിങ്ങൾ? എന്നാൽ ദയവ് ചെയ്ത് ഈ ഒരു പാക്കേജ് നിങ്ങൾ എടുക്കരുത് കാര്യം, കാരണം നിങ്ങൾ ചിരിച്ചിരിച്ച് ചത്തുപോകും. സ്റ്റേ മുതൽ എക്സ്പ്ലോറിംഗ് വരെ എല്ലാം പെർഫെക്റ്റ്, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമ്മൾ 2-3 ദിവസത്തെ ഡ്രസ് എല്ലാം പാക്ക് ചെയ്ത് നേരെ പോകുന്നത് വർക്കല റെഡ് ലൈൻ ബീച്ച് റിസോർട്ടിൽ. അതല്ല ഡയറക്റ്റ് ലൊക്കേഷനിലേക്ക് വരാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ വരാണെങ്കിൽ അവർ തന്നെ വന്ന് നിങ്ങൾ പിക്കപ്പ് ചെയ്യും. അവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് സ്നോബിൽ എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി. നമ്മൾ ഇവരുടെ സാൾട്ടിക്കീസ് പുൾവില്ല പാക്കേജ് ആണ് എടുത്തിട്ടുള്ളത്. അതായത് 2 നൈറ്റ് 3 ഡേ പാക്കേജ് ആണ്. സോ നമ്മുടെ സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് അവർ തന്നെ നമ്മൾ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തു. ഇതാണ് നമ്മുടെ റൂം. അത്യാവശ്യം നല്ല ഫെസിലിറ്റിയോട് കൂടിയുള്ള റൂമാണ്. അതിനുശേഷം ലെഷർ ടൈം ഒക്കെ എടുത്ത ശേഷം നമ്മൾ നേരെ പോയത് വർക്കല തന്നെയുള്ള ഒരു ഹിഡൻ സ്പോട്ടിലേക്ക്. വർക്കലയിലേക്ക് ഒരുപാട് തവണ വന്നിട്ടുള്ളവരാണ് നിങ്ങളെങ്കിലും ഒരിക്കൽ പോലും ഈ ഒരു സ്പോട്ട് കണ്ടിരിക്കണമെന്നില്ല. നമുക്ക് ഫ്രണ്ട്സിനോടൊപ്പം ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ ഒരു കിട്ടില്ല സ്ഥലമാണ്. അപ്പുറത്തെ കടലിൽ ഇപ്പുറത്തെ കായൽ നടുക്ക് നല്ല ഗ്രീനറി ആയിട്ടുള്ള ഒരു പ്ലേസ്. പ്രിയമുള്ളവരെ, കർണാടക ബോർഡറിലുള്ള മുളയാടി എന്ന വർഗത്തിൽപ്പെട്ടവരാണിവർ. അതിനുശേഷം നമ്മൾ ഫുഡും കഴിച്ചിട്ട് നേരെ പോയത് കയാക്കിങ്ങിനാണ്. അവിടെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈക്കാട്രിയിൽ നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് അങ്ങനെ കൃത്യമായ ഒരു ഡെഫിനിഷൻ ഇല്ല. ലോക നിലവാരമുള്ള പല വിദഗ്ധരുമായും ഞാൻ ഈ വിഷയം പിന്നെ ജസ്റ്റ് കയാക്കിങ്ങിന്റെ ഗൈഡൻസും കാര്യങ്ങളും അവിടെ തന്നെ അവർ തരും. ഇനി ആദ്യമായിട്ടാണെന്നൊന്നും എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞ ഒരു ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഇവിടുത്തെ ഏകദേശം ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് കയാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമിലേക്കാണ് വന്നത്. ദിവസം തന്നെ അവർ ഡിജയും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡാൻസ് കളിച്ച് തകർത്തു. കലാപരിപാടിയിലൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ പോയി കിടന്നുറങ്ങി. കാരണം പിറ്റേ ദിവസം ഫുള്ള് നമുക്ക് സൈറ്റ് സീയിങ് ആയിരുന്നു. രാവിലെ എണീക്കാതുകൊണ്ട് ഉച്ചയ്ക്ക് എഴുന്നേറ്റ് നമ്മൾ നേരെ ലഞ്ച് കഴിക്കാനായിട്ട് പോയി. അതിനുശേഷം നമ്മൾ ഒരുപാട് ബീച്ചസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വർക്കലിൽ ഇത്രയും ഹിഡൻ പ്രൈവറ്റ് ബീച്ചസ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എൻജോയ് ചെയ്തു. അതിനുശേഷം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആമ്പൽ കുളത്തിലേക്കാണ് നമ്മൾ പോയത്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു പ്ലേസ് ആയിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയി ക്ലിഫ് ഫുൾ എക്സ്പ്ലോർ ചെയ്തു. ഒരു ടീ ഒക്കെ കുടിച്ച് സ്കൈ ലോഞ്ചിൽ പോയി പീറ്റ്സ ഒക്കെ കഴിച്ച് അടിപൊളി നൈറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ അതിമനോഹരമായ ദിവസങ്ങൾ അവസാനിച്ചിരിക്കുന്നു ഗൈസ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി സേഫ് ആയിട്ടുള്ള ഗേൾസ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഉടനെ തന്നെ ഇവരുടെ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ഇവരുടെ പേജ് കൊളാബ് ചെയ്ത് കൊടുത്തേക്കാം. അതിലേക്ക് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക, ഡീറ്റെയിൽസ് ചോദിക്കുക. 2-3 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് ലൈഫ് ലോങ് ഓർക്കാനുള്ള അടിപൊളി മെമ്മറീസ് എന്തായാലും കിട്ടും. അതിന് നമ്മുടെ പാക്കേജ് അവസാനിക്കുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് ചെയ്തു തരും. അത്രയ്ക്ക് ഹെൽപ്പിംഗ് മെന്റാലിറ്റി, ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗൈഡ്സ് ആയിരിക്കും.